കേന്ദ്ര സർക്കാർ കേരളത്തിനു വേണ്ടി ഓരോ പദ്ധതികളും കൊണ്ടുവരുമ്പോഴും ഓരോ പദ്ധതികളും നടപ്പിലാക്കുമ്പോഴും പിണറായി വിജയനും മരുമകനും മറ്റു മന്ത്രിമാരും ആ പദ്ധതികളെല്ലാം CPM ആണ് കൊണ്ടുവന്നത് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ പ്രചാരണവും ഫ്ലെക്സ് ബോർഡുകളും ഒരു വഴിനീളെ പ്രചാരണമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ കണ്ടില്ല എന്ന് കേരളത്തിലെ BJP നേതാക്കൾ നടിച്ചുവെങ്കിലും പിന്നെ എല്ലാ പദ്ധതികളും അടിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് BJP തന്നെ കേന്ദ്ര പദ്ധതികൾ നേരിട്ട് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമൊക്കെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ തുടങ്ങിയത്. തുടക്കം മുതൽ തന്നെ കേരളത്തിലെ BJP നേതാക്കൾ പറഞ്ഞിരുന്നത് പേരുമാറ്റി പദ്ധതി കേരള സർക്കാർ അടിച്ചുമാറ്റി നടപ്പാക്കുന്നുവെന്നാണ്. അന്ന് മുതൽ തന്നെ ആ ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കോൺഗ്രസിന്റെ നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന സർക്കാർ പേരുമാറ്റി അവതരിപ്പിക്കുന്ന രീതിയാണ് കേരളത്തിലെന്ന് നേരത്തെ തന്നെയുള്ള ആക്ഷേപമാണ്. ഇപ്പോൾ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് MPയും കോൺഗ്രസ് നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. കേന്ദ്ര സർക്കാരിന്റെ സ്വസ്ഥ നാരി ശക്ത് പരിവാർ അഭിയാൻ പദ്ധതി സർക്കാർ പേരുമാറ്റി നടപ്പിലാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ചെരുവത്തൂരിൽ സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം എന്ന പേരിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം മാറ്റി മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും ചിത്രം അച്ചടിച്ച നോട്ടീസ് വിതരണം ചെയ്തെന്നും രാജ്മോഹൻ വിമർശിക്കുന്നുണ്ട്. രാജ്യത്തെമ്പാടും സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ സംസ്ഥാന സർക്കാരിലൂടെ നടപ്പിലാക്കുന്നതാണ് പദ്ധതി. എന്നാൽ കേരള സർക്കാർ പദ്ധതിയുടെ ദൈർഘ്യം കൂട്ടി മറ്റൊരു പേര് നൽകിയെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിക്കുന്നത്. സ്ത്രീകളുടെ പൂർണ്ണ ആരോഗ്യ സംരക്ഷണം, സ്ത്രീ സംരക്ഷണത്തിലൂടെ സമൂഹ സംരക്ഷണം എന്നതാണ് പദ്ധതിയുടെ ആപ്തവാക്യം. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ MPമാർക്കും ലിസ്റ്റ് നൽകിയിരുന്നു. എന്നാൽ ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 2025 സെപ്റ്റംബർ 16 മുതൽ 2026 മാർച്ച് 8 വരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതായാണ് അറിയിച്ചിട്ടുള്ളത്. രാജ്യമെമ്പാടും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി പദ്ധതി ആസൂത്രണം ചെയ്തത്. എന്നാൽ സംസ്ഥാനത്തെത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാക്കി മാറ്റുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. എന്തായാലും കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ വിളിച്ചു പറയാൻ തുടങ്ങി. അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഒരു ലോട്ടറിയായി മാറും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.